ഹലോ ഗായ്സ്, അപ്പം കോളേജിലെ ഡേ ഇൻ മൈ ലൈഫ് കാണാമേ. ഇത് കണ്ടിട്ട് ബോറടിയാണെന്ന് എനിക്കറിയാം, എങ്കിലും അതല്ലേ പറ്റൂ. അപ്പം ഇന്ന് നീള ബേബി ഇല്ലായിരുന്നു, ഞാനപ്പോൾ ഒരുപാട് നേരം അഭിനയിക്കാട്ട് അവിടെ ഇരുന്ന്. അന്നിത് വന്നിട്ട് ഫസ്റ്റ് പീരീഡ് മിസ്സ് കയറിയാണ് ഞങ്ങൾ വന്നപ്പോൾ. അപ്പം ഞങ്ങൾ ബാക്കിൽ ടോയ്ലറ്റിൻ്റെ സൈഡിൽ പോയി നിൽക്കുക. അവർക്ക് ടോയ്ലറ്റിലേക്ക് പോകണമെന്ന് പറഞ്ഞ് പിന്നെ ഒരുപാട് നേരം അവിടെ നിന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിൽ ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് അവളുമാരെല്ലാം ഒരു സ്ക്രിപ്റ്റിൻ്റെ റിഹേഴ്സൽ കഴിഞ്ഞിട്ട് വരിക. അങ്ങനെ അത് കഴിഞ്ഞ് ഇതാ ഞങ്ങളുടെ ക്ലാസ്സിലെ കോമഡി ഐറ്റം. ഇവളോട് ഇന്ന് പോയതേ അറിഞ്ഞില്ല. അപ്പോൾ ഒരുപാട് നേരം ഇന്ന് ചിരിച്ച്. ഞാൻ വിചാരിച്ച് വീട്ടിൽ വന്നിരുന്ന് കരയുമെന്ന്. പക്ഷെ ഒരുപാട് നേരം ചിരിച്ച്. എന്തോ ഒരു പാട്ട് പാടും അവിടെ നിന്ന്. എന്ത് പാട്ടാണെന്ന് എനിക്കൊരു ഓർമ്മയില്ല. ഇതിനകത്ത് ഞാൻ വിചാരിച്ച അവൾ പാടുന്നതിൻ്റെ വോയിസ് കൊടുക്കാമെന്ന്. പക്ഷേ ഞങ്ങളതീ കിടത്ത് ചിരിക്കുന്നേ, ഞങ്ങളുടെ വായും ബഹളവും അവളായി കൂടുതലുള്ളത്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ എടുക്കാത്തത്. അവളെ എക്സ്പ്രഷൻ ഒന്ന് നോക്കണേ. അവൾ പാവമെന്ന് വെച്ചാൽ അവളുടെ അടുത്ത് ഇരിക്കുമ്പം, ഞാൻ നോർമലി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഷോ ആയിരിക്കുന്നു ഫസ്റ്റ് കണ്ടപ്പോൾ. പക്ഷെ അവളോട് ഇരിക്കുമ്പോൾ എന്തോ ഒരു ഫ്രണ്ട്ലി ആണെന്നറിയാമോ. ഏതോ പാട്ടായിരുന്നു, എനിക്ക് മറന്നുപോയി. ഏതോ ഒരു പാട്ട്. അങ്ങനെ ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ വർഷം അങ്ങനെ അവൾ പറഞ്ഞതാ, വൃത്തിയോടൊന്നും പറയാതെ പാട്ട് പാടാൻ. അങ്ങനെ അവൾ ഇന്ന് പാട്ട് പാടുക. ഏതോ പാട്ട് അവൾ റീലിനകത്ത് നോക്കിയിട്ട് പാടുകയാണോ എന്തോന്ന് എനിക്കറിയത്തില്ല. ഇത് പൂജ, അത് അമൃത. അപ്പം ഇവളെന്തോ പറഞ്ഞത് ഞങ്ങൾ ചിരിക്കുക, എല്ലാവരും ചിരിക്കുക, ഒരാളെന്നല്ല എല്ലാവരും ചിരിക്കുക. ഞാൻ വീഡിയോ എടുക്കുക, ഇതാ മറ്റേ മറിച്ചേതോ പറഞ്ഞുകൊണ്ട് ഒരുപാട് നേരം അവളെ ലാഗടിച്ച് നിന്ന്. അപ്പോൾ വർഷ പറഞ്ഞു ഒന്ന് പാടുന്നെങ്കിൽ ഒന്ന് പാടുമോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം ഈ ടെക്സ്റ്റിനകത്ത് എൻ്റെ പൊന്നു ഇത് ഭയങ്കര കോമഡി. ഈ ടെക്സ്റ്റിലിരിക്കുന്നത് മഹാവിഷ്ണു അങ്ങേരുടെ വേറെ എന്തോ എന്ന് പറഞ്ഞവൾ എൻ്റെ പൊന്നു. അങ്ങനെ അത് ഞങ്ങളുടെ ക്ലാസ്സിലെ മീനാക്ഷി പറഞ്ഞു തരും, അത് ഇന്ന ആളല്ല, എനിക്ക് ഓർമ്മയില്ല അതിനകത്ത് എന്തോ പറഞ്ഞതെന്ന്. അവളങ്ങനെ തിരുത്തി കൊടുക്കുമോ. പക്ഷേ എന്നിട്ടും അവൾ അങ്ങനെ ആണെങ്കിൽ ആവട്ടെ, നമുക്കെന്താ എന്നുള്ള മൈൻഡിൽ ആ ഒരു എക്സ്പ്രഷൻസിൽ തന്നെ നിൽക്കും. എന്തോ യുദ്ധത്തിന് പോകുമ്പം ശ്രീകൃഷ്ണൻ ആരോട് എന്തോ ഒന്ന് പറഞ്ഞു മീനാക്ഷി, എനിക്ക് ഓർമ്മയില്ല അതെന്തോ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് നേരം ഇവളുടെ കൂടെ കാരണം തേർഡ് പീരീഡ് ക്ലാസ് ഇല്ലായിരുന്നു. അപ്പം ഒരുപാട് നേരം ഇവൾ കൂടെ നിന്നത്. ഒരുപാട് ചിരിച്ചെന്ന് വെച്ചാൽ എല്ലാ ദിവസത്തേക്കായി കൂടുതൽ കാണിക്കുന്ന കോപ്രായങ്ങൾ കണ്ടോ. അത് മന്ദബുദ്ധി പിള്ളേരാണൊക്കെ. പക്ഷെ അവൾക്ക് നോർമലി ഒരു പ്രശ്നവും ഇല്ല. ഞാൻ വിചാരിച്ചു ഇവൾ ആദ്യമേ ആക്ട് ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇവൾ ആക്ട് ചെയ്യുമല്ലോ. ഇവൾ നോർമലി ഇങ്ങനെയാണ്, ഇവളെ സ്വഭാവമേ ഇങ്ങനെയാണ്. അപ്പം കോമഡി ഇവളുണ്ടെങ്കിൽ സമയം പോകുന്നതായിരുന്നു. പക്ഷെ ഇവളില്ലെങ്കിൽ ഒരു ഉറക്കമാണ് ക്ലാസ്സിലെന്ന് വെച്ചാൽ ഞങ്ങളുടെ സൈഡിൽ. ബാക്കി ആരോടും ഇവൾ വലുതായിട്ട് മിണ്ടത്തെ എടുക്കത്തേന്നുള്ളത്, നമ്മളെടുത്ത് തന്നെ മിണ്ടെടുക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഇത് അനഘ വന്ന് ഞാൻ അതിന് മുമ്പത്തെ വീഡിയോസ് എല്ലാം കട്ട് ചെയ്ത്, കാരണം അവൾ കിടക്കുന്ന വീഡിയോസൊക്കെയാണ്. അങ്ങനെ സംഭവം ഡെസ്കിൽ കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതും കട്ട് ചെയ്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്. ഇത് നിമിഷ, ഇത് അബിത. നീള ബേബി ഇന്നില്ലെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. അങ്ങനെ അവൾ ഫോൺ സംസാരിച്ചുകൊണ്ട് പോകുക. ക്യാൻറ്റീനിൽ കയറിയിൽ കുറച്ച് ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോവുക. അവിടെ ഇരിക്കും, ഫ്രണ്ടിലല്ല ക്ലാസ്സിൻ്റെ ഫ്രണ്ടിൽ. അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചത്. ടൈഗറിൻ്റെ ഒരു ബിസ്ക്കറ്റും ബർബോണിൻ്റെ ബിസ്ക്കറ്റും 2 കേക്കും. അങ്ങനെ അവൾ ആരെടുത്തോ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം അവൾ മറ്റേ നിമിഷ ഫോൺ എടുക്കാൻ വേണ്ടി പോയി. അവൾ ഫോൺ എടുത്തിട്ടായിരുന്നു. പിന്നെ അവൾ ഫോൺ എടുത്തിട്ട് വന്ന് ഞങ്ങളപ്പം ബിസ്ക്കറ്റും എല്ലാം തിന്ന് കേക്കും എല്ലാം കട്ട് ചെയ്തപ്പോൾ അവൾ കാണിക്കും, ഇതാണ് ബർബോണിൻ്റെ ബിസ്ക്കറ്റ് എന്നും പറഞ്ഞ് അബിത കാണിക്കുക. പക്ഷേ ബർബോണിൻ്റെ ബിസ്ക്കറ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിച്ചതിൻ്റെ പുറത്ത് ടൈഗർ കഴിച്ചുകൊണ്ടായിരിക്കും നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. വെറുതെ ഒരു ബിസ്ക്കറ്റ് ഇട്ട് ചവച്ച് തിന്നുന്ന ആ ഒരു ഫീലേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇത് ക്ലാസ്സിന് മുമ്പ് എടുത്ത വീഡിയോ കേട്ടോ, ഇതിനകത്ത് അങ്ങ് ആഡായിപ്പോയി. അങ്ങനെ ഇതിനകത്ത് അവൾ കാണിക്കുന്ന വട്ടത്തരങ്ങളാണ്. എന്താണ്ട് പറഞ്ഞ്. പക്ഷെ കോമഡി അവൾ പറയുന്നത് തന്നെ. കോമഡി പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിക്കുക. അപ്പം എല്ലാവരും ചിരിക്കുന്നതുകൊണ്ട് അവൾക്ക് നാണക്കേടോ അങ്ങനൊന്നുമില്ല. അവൾ ഓപ്പണായിട്ട് നമ്മളോട് എന്തിനും ഏതിനും എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് നീള ബേബിയെ വിളിച്ചത്. നീള ബേബി വീഡിയോ കോൾ ചെയ്ത് എന്തോ ഒന്ന് പറഞ്ഞതിനുള്ള വളച്ച എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഈ കാണിക്കുന്നത്. എൻ്റെ പൊന്നോ, ഇപ്പം വേറെന്തോ ഒരു എക്സ്പ്രഷൻസും കൂടെ ഉണ്ട്. ഇപ്പം എന്തോ ഒരു എക്സ്പ്രഷനും കൂടെ കാണിക്കുമോ അവള്, അറിയാൻ വയ്യല്ലോ. ഇതിനകത്ത് തന്നെ അറിയാൻ വയ്യ, എന്തോ ഒരു എക്സ്പ്രഷൻസും കൂടെ കാണിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ക്ലാസ്സിൽ വന്ന് ഞങ്ങൾ ഇതിൽ ഓരോ അക്ഷരങ്ങൾ വെച്ച് കളിക്കാം എന്ന് വെച്ചാൽ ഒരക്ഷരം വെച്ചിട്ട് പിന്നെ അതുകൊണ്ട് തന്നെ സംസാരിക്കാവൂ. ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ആ അക്ഷരം കൊണ്ട് മാത്രമേ സംസാരിക്കാവൂ എന്നുള്ളൊരിത് വെച്ചിട്ട് നമ്മുടെ അശ്വതി എല്ലാവരോടും പറയുന്നത്. അപ്പം അവൾ ചോദിച്ചിട്ട് നമ്മളെല്ലാവരും ഒരാളോട് ചോദിക്കുന്ന നമ്മളെല്ലാവരും മറുപടി പറയുക. അതുകൊണ്ട് അവൾ പറഞ്ഞിട്ട് ഇത് അലമ്പ് കളിയാ, നിങ്ങൾ എന്തോടെ ഉടായിപ്പ് കാണിക്കുന്ന ചോദിക്കുന്ന ആളുകൾ തന്നെ പറയണം
എടുക്കണമെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ അവൾ പറയുന്നതെല്ലാം ഞങ്ങൾക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ അവൾ സീരിയസ് ആയിട്ട് പറയുന്നതായാലെങ്കിലും നമുക്ക് കോമഡി ആയിട്ടേ തോന്നുള്ളൂ. അങ്ങനെ അവൾ എല്ലാവരോടും ചോദിച്ചു, എന്നോട്, അഭിതയോട്, എല്ലാവരോടും. കാരണം നമ്മൾ ചോദിക്കുന്നതിന് എല്ലാവരും ഉത്തരം പറയുന്നതുകൊണ്ട് ഇവയ്ക്ക് എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യ. അതുകൊണ്ട് അവൾ പറഞ്ഞ് ഇത് അലമ്പ് കളി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം. ഇപ്പം അമ്മൂൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, അമൃത. അവൾ അമ്മൂന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവളോടാണ് ചോദ്യം. അവളും എല്ലാം പറഞ്ഞ്. അപ്പം ആശാട്ടിയോട് നമ്മൾ ചോദ്യം ചോദിക്കുന്നുണ്ട്. അവളും പറഞ്ഞ്, പക്ഷേ ഇവളും പറഞ്ഞു കേട്ടോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് അവൾ ആ ചേച്ചി വിളിച്ച്, അങ്ങനെ ആ ചേച്ചിയോട് സംസാരിക്കുക, വീട്ടിൽ എത്തിയെന്നോ എന്തോ ഒന്ന് പറഞ്ഞ് വിളിച്ചതാണെന്ന് തോന്നുന്നു. അങ്ങനെ അതും അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു കോമഡി പൂജ പറഞ്ഞ്, അങ്ങനെ അതിനും ചിരിക്കും. അങ്ങനെ ഞങ്ങൾ അവളോട് ചോദ്യം ചോദിക്കുക. ചോദിച്ച് എല്ലാത്തിനോടും പറഞ്ഞ്, എല്ലാത്തിനും ഉത്തരം അവൾ പറഞ്ഞു. സംഭവം ആ ഒരു അക്ഷരം വെച്ച് തന്നെ പറയണമല്ലോ, അതും പറഞ്ഞു. എൻ്റെ പൊന്നോ, ഇതിനകത്തൊക്കെ എന്തോ വോയിസ് കൊടുക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ ആ സമയത്തെ കാര്യങ്ങൾ ആലോചിച്ച് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ചിരി വരിക. അങ്ങനെ ഇപ്പം നോക്കണേ, മുഖമൊക്കെ പൊത്തിയിരുന്ന് ചിരിക്കും. കാരണം ഉത്തരം പറഞ്ഞേനാ, മുഖം ആലോചിച്ചിരുന്നിട്ട് ഉത്തരം കേട്ടാ. എൻ്റെ പൊന്നോ, കോമഡി കോമഡി കോമഡി. ഇവിടെ ഉള്ളെങ്കിൽ പിന്നെ സമയം പോകുന്നേ അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഫുള്ള് ഇവിടെ വീഡിയോസാണ്. ബാക്കിയുള്ള കുട്ടികളെല്ലാം ഓരോരോ സൈഡിലോട്ടും ബാക്കിയുള്ളവരെല്ലാം അവിടെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പം നമ്മളും എന്തോ കാര്യം പറഞ്ഞിട്ട് ചിരിക്കുക. അവൾ കാരണം അശ്വതി അടുത്ത് തന്നെ സംസാരിച്ചിട്ട് ചിരിക്കുക. അത് മീനാക്ഷി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് അവളെ ഊക്കുക. അങ്ങനെ പക്ഷേ ഇത് ഞാൻ വീഡിയോ എടുത്തത് അവർ രണ്ടും അറിഞ്ഞില്ല. അബ്ദി അറിഞ്ഞില്ല, നിമിഷ അറിഞ്ഞില്ല. അങ്ങനെ വീണ്ടും ഇത് തന്നെയാണ് തുടങ്ങുന്നത്. വർഷയെ പിന്നെ അറിയാമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ് അത് കുറേ നേരം കഴിഞ്ഞപ്പം ബോറടിച്ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ രക്ഷാശിക്ഷ ജോലി കളിച്ച്. അതിനകത്ത് ആദ്യം ശിക്ഷ കിട്ടി ഞങ്ങൾക്കായിരുന്നു. പക്ഷേ അത് ഞങ്ങൾ രക്ഷപ്പെട്ടു, ഞാനും മീനാക്ഷി. അങ്ങനെ ഓരോ വാക്കുകളും ഉണ്ട്, വരുന്ന അക്ഷരങ്ങളും ഉണ്ട്, സ്ഥലപ്പേര് പറയണമായിരുന്നു. അങ്ങനെ പിന്നെ അത് പറഞ്ഞ് ഒരുപാട് നേരം കളിച്ച്. അതും കുറേ നേരം ബോറടിച്ചെന്ന് പറഞ്ഞപ്പം പിന്നെ അന്താക്ഷരി കളിച്ച്. അതും കുറേ കഴിഞ്ഞപ്പം ബോറടിച്ചെന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മളിതിനകത്ത് തന്നെ വന്ന്. അങ്ങനെ അമ്മൂന് ശിക്ഷ കിട്ടി. അങ്ങനെ അമ്മൂൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞ് പോയി ബോർഡ് തുടയ്ക്കാൻ പറഞ്ഞ്. അങ്ങനെ ബോർഡ് തുടച്ച് പിന്നെ ഇത് അന്താക്ഷരി കളിച്ച ആ ടൈമിലെടുത്ത വീഡിയോയാണ്. അങ്ങനെ പക്ഷേ അവൾ അശ്വതി തന്നെ പാടുന്നു. പക്ഷേ ലിറിക്സ് ഒന്നും കറക്റ്റ് ആവുന്നില്ലെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ ഷടപട നമ്മളെ പോലെ ഒരുപാട്, ഞങ്ങൾ മൂന്നുപേരെയും പോലെ ഒരുപാട് നേരം ആലോചിച്ചിരുന്നില്ല. അവൾ ഒരുപാട് പെട്ടെന്ന് തന്നെ അവൾ ലിറിക്സുകൾ തെറ്റുന്നുണ്ട്, പക്ഷേ എന്നാലും പാട്ടുകൾ പെട്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ശിക്ഷ കിട്ടിയത് അശ്വതിക്കും അമ്മൂനുമാണ്. അങ്ങനെ പിന്നെ അവർക്കുള്ള ശിക്ഷയും കാര്യങ്ങളെല്ലാം കൊടുത്ത് മീനാക്ഷിയുണ്ട്, ഞാനുണ്ട്, പൂജയുണ്ട്, പിന്നെ ഞങ്ങൾ വർഷ, അബിത, അമ്മു. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മീൻ വാങ്ങിക്കണമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഒരുപാട് ചിരിച്ചിട്ടാണ് വന്നത്. അങ്ങനെ നേരെ ഉമയനല്ലൂർ പോയി. ഇതാ ഉമയനല്ലൂർ അമ്പലം. അങ്ങനെ അവിടെ പോയി മീനൊക്കെ വാങ്ങിച്ച് കാരണം ഒരുപാട് ക്ഷീണിച്ച്. വണ്ടി ഓട്ടിച്ച് വീട്ടിൽ വരെ, കോളേജിൽ നിന്ന് വീട് വരെ വരണം. അവിടെ നിന്ന് വീണ്ടും പോയപ്പോൾ ഞാൻ നല്ല രീതിയിൽ ക്ഷീണിച്ച്. അങ്ങനെ പിന്നെ അനിയൻ്റെ കൊടുക്കാനാണ് എനിക്ക് വണ്ടിയുടെ ബാക്കിൽ സുധിയുടെ കൂടെ അല്ലാതെ വേറെ ആരെ കൂടി ഇരുന്നാലും പേടിയാണ്. അങ്ങനെ പിന്നെ എങ്ങനെങ്ങാണ്ട് മീനൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. അങ്ങനെ ഇത് ഉമയനല്ലൂർ മീൻ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് എടുത്ത വീഡിയോയാണ്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഇച്ചിരി നേരം വണ്ടി ഓട്ടിക്കാനുണ്ട്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ലേറ്റൊന്നും ആയില്ല, പെട്ടെന്ന് തന്നെ മീൻ വാങ്ങിച്ച് വീട്ടിൽ പോയി. ഓക്കെ, ബൈ.